നമസ്കാരം, KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ഇടതുപക്ഷ സംഘടനകൾ പാലീക്കര ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ജില്ലയിലെത്തിയ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ ഹൃദ്യമായ സ്വീകരണം നൽകി. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണം സമാപനവും ഐ.വി. ദാസ് അനുസ്മരണവും നടത്തി. BJP പറപ്പൂക്കര പഞ്ചായത്ത് ആലത്തൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുപ്ലിയം GHSS സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കുക, നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, യാത്രാ ദുരിതം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടതുപക്ഷ സംഘടനകൾ പാലീക്കര ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലോരിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് തടഞ്ഞു. ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾ പ്ലാസയിലെത്തി ടോൾ ബൂത്തുകൾ തുറന്നുവിട്ടു. മുദ്രാവാക്യം വിളിച്ച് ടോൾ പ്ലാസയിൽ പ്രവേശിക്കാൻ ഒരുങ്ങിയ പ്രവർത്തകരെ നേതാക്കൾ അനുനയിപ്പിച്ച് പിന്തിരിപ്പിച്ചു. തുടർന്ന് നടന്ന യോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ അധ്യക്ഷനായി. KK രാമചന്ദ്രൻ MLA, PK ചന്ദ്രശേഖരൻ, VS പ്രിൻസ്, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, CL ജോയ്, CT ജോഫി, CR വത്സൻ, ജെയ്സൺ മാണി, ഷൈജു, ബഷീർ, പോൾ M ചാക്കോ, ഗോപിനാഥൻ താറ്റാട്ട്, യൂജിൻ മൊറേലി തുടങ്ങിയവർ പങ്കെടുത്തു. കാലാവസ്ഥയിലും വളരെ ചെറിയ ഒരു നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സമര വോളണ്ടിയർമാരെയും LDFന്റെ വിവിധ കക്ഷികളുടെ നേതാക്കളെയും പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ജില്ലയിലെത്തിയ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ ഹൃദ്യമായ സ്വീകരണം നൽകി. ഭാര്യ ഡോക്ടർ സുധേഷ് ധൻകറിനൊപ്പമെത്തിയ ഉപരാഷ്ട്രപതിയെ മുരളി പെരുന്നല്ലി MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, അഡീഷണൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ബിനു C, കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഉച്ചയ്ക്ക് 12:45 ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് വ്യോമസേന ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ഉപരാഷ്ട്രപതി റോഡ് മാർഗം തെക്കേനടയിലെ ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തി. ഉപരാഷ്ട്രപതിയെയും പത്നിയെയും NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, മെമ്പർമാരായ മനോജ് B. നായർ, C. മനോജ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഉപരാഷ്ട്രപതിയെ ഷാൾ അണിയിച്ചു. അല്പനേരത്തെ വിശ്രമത്തിനു ശേഷം തെക്കേ നടയിലൂടെ ക്ഷേത്ര ദർശനത്തിനെത്തി. ഉച്ചയ്ക്ക് 1:35 ദർശനത്തിനായി കയറിയ ഉപരാഷ്ട്രപതി 1:48 തിരിച്ചിറങ്ങിയത്. ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ നിന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തിരിച്ച ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിനെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ ചേർന്ന് യാത്രയയപ്പ് നൽകി. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണം സമാപനവും ഐ.വി. ദാസ് അനുസ്മരണവും നടത്തി. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടി കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ സുഭാഷ് മൂന്നുമുറി മുഖ്യാതിഥിയായി പങ്കെടുത്തു. എഴുത്തുകാരിയും തൃശൂർ കോർപ്പറേഷൻ ലൈബ്രറിയനുമായ മിനി രാജേഷ് ഐ.വി. ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ലൈബ്രറിയൻ സുഷമ ടി ശാന്തൻ റിപ്പോർട്ട് അവതരണം നടത്തി. വാർഡ് മെമ്പർ പ്രനില ഗിരീശൻ സ്വാഗതവും സുകുമാരൻ K. നന്ദിയും അറിയിച്ചു. കൊടകര നേതൃസമിതി ചെയർമാൻ MK ജോർജ് മാസ്റ്റർ സംസാരിച്ചു. തുടർന്ന് ബദ്ര ടി മുജീബ് കവിത ആലാപനം നടത്തി. ചടങ്ങിൽ വിവിധ മത്സരാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും ഉണ്ടായിരുന്നു.
ഉദ്യോഗസ്ഥർ നമ്മുടെ നാടിനെ മനസ്സിലാക്കി, നമ്മുടെ പൾസ് മനസ്സിലാക്കി, ഭരണസമിതിയുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ നിന്ന് ലൈബ്രറി ഉയർത്തുന്നതിലേക്ക് ഇടപെട്ടത്. അതുപോലെ തന്നെ നമ്മളുടെ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ലൈബ്രറി കൗൺസിൽ പങ്കെടുത്ത 2-3 ലൈബ്രറികളാണുള്ളത്. അതിലൊന്ന് കണ്ടപ്പോൾ വല്ലാത്തൊരു എന്താ പറയുക നാണക്കേടാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്കൊന്നും സംഘടിപ്പിക്കാൻ പറ്റിയില്ല. കുറേ പഞ്ചായത്ത് അനുഭവത്തോടിരിക്കുന്നുണ്ട്. വളരെ ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു കവിതാ മത്സരത്തിൽ 5000 രൂപ BJP പറപ്പൂക്കര പഞ്ചായത്ത് ആലത്തൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ആലത്തൂർ സ്കൂളിൽ നടന്ന അനുമോദന യോഗം BJP മുൻ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് ഹരിദാസ് ആലത്തൂർ അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ സെക്രട്ടറി ജാൻസി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സിനിമ സീരിയൽ താരങ്ങളായ ജോബി കൊടകര, കലാഭവൻ രഞ്ജിത്ത് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. BJP മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, നേതാക്കളായ രാമദാസ് വയലൂർ, ദീപക് ആലത്തൂർ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ സായ് സഞ്ജീവിനി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന മകൾക്കൊരു മരം പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് 1 ലക്ഷം കുടുംബങ്ങൾക്ക് ചന്ദന മരത്തൈകൾ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി ഡോക്ടർ ഹരിനാരായണൻ സ്വാമി പ്രസ്താവിച്ചു. മകൾ ജനിച്ചു വളരുന്നതിനോടൊപ്പം തന്നെ ചന്ദനമരവും വളർന്ന് മരത്തിന്റെ വിൽപ്പനയിലൂടെ കുടുംബങ്ങളിൽ വരുമാനമുണ്ടാകുന്നതാണ് പദ്ധതി. ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറേഴ്സ് ഓർഗനൈസേഷൻ ആൻഡ് വെൽഫെയർ സൊസൈറ്റി ഇമോസിൽ 1000 പേർക്കുള്ള തൈകളുടെ സൗജന്യ വിതരണത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ചന്ദനമരത്തിന് പ്രാർത്ഥനാമരം എന്ന് നാമകരണം ചെയ്യണമെന്ന് ജീവൻ TV എക്സിക്യൂട്ടീവ് ഡയറക്ടർ PJ ആന്റണി അധികൃതരോട് ആവശ്യപ്പെട്ടു. യോഗത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് KK വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി അംഗം അരുൺ C നമ്പ്യാർ, PA കമാൽ, ജോഫി പട്ടിക്കാട്, രവി കോലഴി എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിനുശേഷം വനിതാ സ്വയം തൊഴിൽ സംരംഭകർക്ക് ആയുർവേദ സോപ്പുകളുടെ നിർമ്മാണത്തിൽ പ്രായോഗിക സൗജന്യ പരിശീലനത്തിന് ഫാക്കൽറ്റി രേഖ സാഗർ നേതൃത്വം നൽകി. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ യോഗം ചേർന്നു. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ആധുനിക KSRTC ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം കാലതാമസമില്ലാതെ ചെയ്തു തീർക്കാൻ യോഗം തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്കകം നിലവിലുള്ള KSRTC കെട്ടിടം പൊളിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാകും. തൃശൂരിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന രീതിയിലായിരിക്കും ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, P ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, KSRTC MD പ്രമോദ് ശങ്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ബസ്സുകൾ കൃത്യമായി കയറ്റി നിർത്താനും തൊഴിലാളികൾക്ക് സുരക്ഷിതമായി തൊഴിലെടുക്കാനുള്ള മികച്ച സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടമാണ് നിർമ്മിക്കുക. പുതിയ പദ്ധതിയുടെ രൂപരേഖയും രേഖാചിത്രവും ഉൾപ്പെടെ തയ്യാറാക്കും. ക്യാന്റീനും യാത്രക്കാർക്ക് ബസ് കാത്തിരിക്കാനുള്ള ഇടവും ശുചിമുറിയും ഒരുക്കും. ഗതാഗതത്തിന് കൃത്യത വരുത്തിക്കൊണ്ട് ബസ്സുകൾക്ക് പോകുന്നതിനും ഇറങ്ങുന്നതിനും സൗകര്യമൊരുക്കുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. കോർപ്പറേഷന്റെ സഹകരണം ആവശ്യമാണെന്നും നിലവിലുള്ള KSRTC ബസ് സ്റ്റാൻഡ് പൊളിച്ചാൽ യാത്രക്കാർക്ക് തടസ്സം സൃഷ്ടിക്കാത്ത രീതിയിൽ താൽക്കാലിക ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുമെന്നും P ബാലചന്ദ്രൻ MLA പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷനും KSRTC ബസ് സ്റ്റാൻഡുമായി ബന്ധിപ്പിക്കുന്ന നിലയിൽ ആകാശപാത ഒരുക്കും. കോർപ്പറേഷൻ ഏറ്റെടുത്ത് ആകാശപാത നിർമ്മാണം നടത്താമെന്ന് മേയർ യോഗത്തെ അറിയിച്ചു. KSRTC ബസ് സ്റ്റാൻഡ് തൃശൂർ നിയോജക മണ്ഡലം MLAയുടെ നവകേരളം സദസ്സ് ഫണ്ടിൽ നിന്ന് 7 കോടി രൂപ, 2024-25 ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപയും ഉപയോഗിച്ചാണ് നവീകരണം. MLA ഫണ്ടിൽ നിന്ന് ആവശ്യമായിട്ട് ഇനിയും തുക നൽകുമെന്ന് യോഗത്തെ അറിയിച്ചു. PWD സ്ട്രക്ചറൽ എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, KSRTC PWD ഉദ്യോഗസ്ഥർ, കൌൺസിലർമാരായ സതീഷ് കുമാർ, അനൂപ് ഡേവിസ് കാട, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. മന്ത്രിമാരും സംഘവും KSRTC ബസ് സ്റ്റാൻഡും പരിസരവും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മുപ്ലിയം GHSS സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. DPC SSK ഡോക്ടർ NJ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി. PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസ്ലി തോമസ്, കൊടകര BRC BPC അനൂപ് TR, പഞ്ചായത്ത് മെമ്പർ പുഷ്പാകരൻ ഒറ്റാലി, പ്രിൻസിപ്പാൾ ബിജി PS, ഹെഡ് മിസ്റ്റർ സീന KT, OSA ചെയർമാൻ ജയപ്രകാശ് KN എന്നിവർ സംസാരിച്ചു. കുട്ടികളിൽ തൊഴിലുകളും ജീവിത നൈപുണ്യങ്ങളും വളർത്തിയെടുക്കുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ കൂടുതൽ അർത്ഥപൂർണമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പൊതുവിദ്യാലയങ്ങളിൽ ക്രിയേറ്റീവ് കോർണർ നടപ്പിലാക്കി വരുന്നത്.
ചെമ്പൂച്ചിറ GHS സ്കൂളിൽ ബഷീർ ദിനാചരണം സംഘടിപ്പിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക കൃപാകൃഷ്ണൻ, പിറവി വായനശാല പ്രസിഡന്റ് VS സുബീഷ്, പിറവി വായനശാല ജോയിന്റ് സെക്രട്ടറി മഞ്ജു സജി, സീനിയർ അധ്യാപിക ഗീത KM, പ്രിന്റി പ്രദീപ്, നിധീഷ് ഗോപി, ശിഖാമണി TM എന്നിവർ സംസാരിച്ചു. കോട്ടയത്തെ തലയോലപ്പറമ്പിൽ നിന്ന് വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠനം ഉപേക്ഷിച്ചുകൊണ്ട് കോഴിക്കോട്ടേക്ക് പോയി കാളവണ്ടിയിൽ. ഇന്നത്തെ പോലെ ബസ്സോ അല്ലെങ്കിൽ കാറുകളോ ഒന്നും 2020 പാർട്ടിയുടെ മേലൂർ പഞ്ചായത്ത് ഏരിയ കൺവെൻഷൻ നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം ബെന്നി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മേലൂർ പഞ്ചായത്ത് കോർഡിനേറ്റർ നാരായണൻ ആറങ്ങാട്ടിയുടെ അധ്യക്ഷതയിൽ ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തി. ആന്റണി പുളിക്കൻ, ജോർജ് മാർട്ടിൻ, ബോണി വെളിയത്ത്, PD വർഗീസ്, മേരി ജോസഫ്, ഷിബു വർഗീസ്, പ്രദീപ് മഞ്ഞളി, ജിത്തു മാധവ്, ട്രീസ ദേവസി, സുരേഷ്, പൌലോസ് പെരേപ്പാടൻ, ഐഡ ജോയ്, ലീന ജോൺ, അർജുനൻ MV, സ്റ്റീഫൻ AK, ഷീജ ജോയ്, ലീല സേവിയർ എന്നിവർ പ്രസംഗിച്ചു. ഈ കൂട്ടായ്മ മേലൂർ പ്രദേശത്ത് ഇത്രയും വളരെ ഭംഗിയായി സംഘടിപ്പിച്ചതിൽ ഇതിന്റെ സംഘാടകർക്കും ഇവിടെ ഓരോരുത്തരും വന്നതിലും എന്റെ സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു ഞായറാഴ്ച 1 മണിക്കൂറോ 2 മണിക്കൂറോ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു യോഗത്തിന് വരാം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. കമ്മ്യൂണിസ്റ്റിന്റെ ആവട്ടെ കോൺഗ്രസിന്റെ ആവട്ടെ ഇന്നത്തെ ജനാധിപത്യ രാഷ്ട്രീയ ആൾക്കാരുണ്ടോ? വലിയ വ്യവസായങ്ങളില്ല, ആൾക്കാരില്ല, ആൾക്കാരുടെ പഞ്ചായത്തിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു? അവിടെ പഞ്ചായത്തിൽ തലവേദനയില്ല. അവിടെ നമുക്ക് അർഹതയുണ്ടെങ്കിൽ അർഹതയുമാണല്ലോ. അർഹതയുണ്ടെങ്കിൽ നമുക്ക് ആ സർവീസ് കിട്ടിയിരിക്കും. ഇപ്പൊ നമ്മള് ഒരു ബിൽഡിംഗ് പെർമിറ്റിന് പോയി കൊടകര സെന്ററിൽ CITU തൊഴിലാളികൾ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പ്രചരണം നടത്തി. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കടകളും കമ്പോളങ്ങളും അടച്ച് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടകരയിൽ CITU തൊഴിലാളികൾ പ്രചരണ പ്രവർത്തനം നടത്തി. കൊടകര സെന്ററിൽ CITU ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനർ MK മോഹനൻ, CITU ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AK ബാലൻ, TK പത്മനാഭൻ, കൊടകര പഞ്ചായത്ത് നേതാക്കളായ KV നൈജോ എന്നിവർ നേതൃത്വം നൽകി. 17 മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഈ പണിമുടക്കിൽ രാജ്യത്തെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന 14 ട്രേഡ് യൂണിയനുകൾ പങ്കെടുക്കുകയാണ്. BMS ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും CITU, INTUC, AITC, DUCI അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും അധ്യാപക സംഘടനകളും NGOമാരടക്കമുള്ള മുഴുവൻ ആളുകളും പണിമുടക്കുമ്പോൾ കൊടകരയിലെ മുഴുവൻ ആളുകളും ഈ പണിമുടക്കിൽ പങ്കാളികളാകണം, കടകളടയ്ക്കണം, ഞങ്ങളോട് സഹകരിക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കടകളും കമ്പോളങ്ങളും കയറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,010 രൂപ, പവന് 72,080 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇടതുപക്ഷ സംഘടനകൾ പാനീക്കര ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി.
ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ജില്ലയിലെത്തിയ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ ഹൃദ്യമായ സ്വീകരണം നൽകി. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണം സമാപനവും ഐ.വി. ദാസ് അനുസ്മരണവും നടത്തി. ബി.ജെ.പി. പറപ്പൂക്കര പഞ്ചായത്ത് ആലത്തൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുപ്ലിയം GHSS സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.